Welcome to our Bible study. This is Pastor Conrad DeFries. ഇന്നത്തെ വേദ പഠനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് പാസ്റ്റർ കോൺറാഡ് ഡിഫ്രീസ്. The title of the Bible study today is The Past Tense of God's Word. ഇന്നത്തെ വേദ പഠനത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചാകുന്നു. Many things that God has already put in the past tense, people are trying to get God to do for them in the future. ഭൂതകാലത്തിൽ പലതും ദൈവത്തിന്റെ പ്രവൃത്തികളെ ഇന്നത്തെ സമൂഹം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തെടുക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. What God has put in the past tense is already provided for every believer that will receive it. ഭൂതകാലത്തിൽ ഇത് ദൈവം ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ജനങ്ങൾ അത് അനുഭവിക്കുവാൻ തക്കവണ്ണം അവർക്ക് നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണമായി തീരുവാൻ തക്കവണ്ണമിടയായി. What the Word of God puts in the past tense, it is up to you and I to appropriate it by faith. എന്നാൽ കഴിഞ്ഞ കാലത്തിൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വാക്തത്വങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ അത് എപ്രകാരം നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. God has already saved and forgiven everyone in the world in the past tense, but each person must receive it by faith. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഓരോ വ്യക്തികളും വിശ്വാസത്തിൽ ദൈവം അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അതിനെ വിശ്വസിക്കാതെ വിശ്വാസത്തിൽ അവരത് സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. A person can get born again at any time that they will appropriate it and initiate the promises of God. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വീണ്ടും ജനനം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ തന്റെ ജീവിതത്തിൽ താൻ പ്രാപിക്കുന്ന രക്ഷയെ തന്നെ എപ്രകാരമാണ് അതിനെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന വിഷയമാകുന്നു. The mistake many Christians are making is they are praying for God to do something in the future that He has already promised and has already accomplished now. എന്നാൽ പല വിശ്വാസികൾക്കും അവർ ഭാവിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇതിനെ മുന്നോട്ട് അയച്ചു തന്നെ ദൈവം ഈ വിഷയങ്ങൾക്ക് വേണ്ടുന്ന മറുപടി നൽകുക എന്ന കോണമിടയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Jesus has already been striped and shed His blood and died on the cross for every person in the world. ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും താൻ അടിക്കപ്പെട്ടു, താൻ പീഡിപ്പിക്കപ്പെട്ടു, താൻ ക്രൂശിൽ തന്റെ രക്തം ചൊരിയപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവരക്ഷയ്ക്ക് വേണ്ടിയാകുന്നു. He has already paid the penalty for sin, and He has already paid the price for healing and blessings for every person. പാപത്തിന് ശമ്പളം മരണം എന്നുള്ളത് താൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായി താൻ നമുക്ക് വേണ്ടി രക്ഷ എന്നുള്ള വലിയൊരു മാർഗം കൊടുത്ത് നമുക്ക് വേണ്ടി കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി. It is up to you to initiate and appropriate the promises of God that already belong to you. നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അത് നമ്മൾ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അത് പ്രകാരം ചെയ്തെടുക്കണമെന്നുള്ളത്. God told the children of Israel that He had already given them the promised land. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുവാൻ തക്കവണ്ണം ഇടയായി അവർക്ക് ദൈവം വാഗ്ദത്ത ദേശത്തെ അവർക്ക് നൽകുമെന്നുള്ളത്. He told them over and over again, go in and possess your possessions. It belongs to you. അവരോട് ആവർത്തിച്ച് ദൈവം പറഞ്ഞൊരു വിഷയമാണ് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഭൂമിയെ നിങ്ങൾ കടന്നു ചെന്ന് കൈവശമാക്കണമെന്നുള്ളത്. He said, wherever you put the sole of your foot, it is yours, but you must possess it. ദൈവം ഇപ്രകാരം പറഞ്ഞു, കാൽ വെക്കുന്ന ദേശം നിനക്ക് അവകാശമായി നൽകുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന്. എന്നാൽ അത് പ്രാപിച്ചെടുക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. In this Bible study,
we are looking at the Word of God that is already in the past tense. It already belongs to you. നമ്മൾ ഇന്ന് വേദപഠനത്തിൽ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വാക്തത്വം അത് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളാകുന്നു. If the devil can get you to pray and wait for God to do something in the future, then he can keep you waiting a long time. പിശാച് നിങ്ങളുടെ വാക്തത്വം പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ അനുവദിക്കാതെ വണ്ണം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ Jesus does not have to shed his blood again or be striped again or die on the cross again to meet your needs. ദൈവം വീണ്ടും യേശുക്രിസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ക്രൂശിൽ മരിക്കുകയോ അല്ലെങ്കിൽ ജീവൻ നിങ്ങൾക്ക് വേണ്ടി നൽകുകയോ ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ നേരത്തെ തന്നെ നൽകിയിരിക്കുകയുണ്ട്. God does not have a certain appointed time for a person to get saved and born again. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുവാനും വീണ്ടും ജനനം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിക്ക് ദൈവം വ്യക്തമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സമയം നിയോഗിച്ചിട്ടില്ല. Anytime a sinner will confess their sins and receive Jesus as their Savior, they can get saved anytime they initiate it and appropriate it. ഏത് സമയത്തും ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ തന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ അവൻ ഏറ്റുപറഞ്ഞ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവൻ എടുക്കുന്ന ആ താല്പര്യം അല്ലെങ്കിൽ ആ എടുക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ മേൽ വലിയ വിടുതലുണ്ടാകാനിടയാകുന്നത്. And that is the way it is with all of the promises of God that he has already promised and put in the past tense. അപ്രകാരമാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുക മാത്രമല്ല അത് ഓരോ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കോണം ദൈവം നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അത് ലഭിക്കാൻ തക്കോണം ദൈവം ആഗ്രഹിക്കുന്നു. The rapture of the church, the Bible teaches, is in the future tense. വേദപുസ്തകത്തിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നിരിക്കുന്നത് അത് ഭാവിയെ കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. The millennium, the 1,000-year millennium, and the coming of the Lord at Armageddon, he puts that in the future tense. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും അതുപോലെ 1000 ആണ്ട് വാഴ്ചകളെ കുറിച്ചുമുള്ളത് ദൈവം ഭാവിയിലെ വിഷയത്തെ അത്ര സൂചിപ്പിക്കുന്നത്. We cannot bring things to pass now that God puts in the future. That is up to him to make that decision. നമുക്ക് വേണ്ടി ദൈവം നേരത്തെ തന്നെ നിരൂപിച്ചിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് മുൻപിലേക്ക് കൊണ്ടുവരുവാൻ തൊക്കെ സാധിക്കത്തില്ല. കാരണം അത് കർത്താവിൻ്റെതായിരിക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ കർത്താവിന്റെ തീരുമാനമാകുന്നു. But all of the promises of God of victory over the devil, blessings, healing, prosperity, salvation, he has already done it and put it in the past tense. എന്നാൽ രക്ഷ എന്നുള്ളതും സൗഖ്യം എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ സകലത്തെയും ദൈവം മുന്നമേ തന്നെ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്ത പ്രകാരം നൽകിയിരിക്കുന്ന വിഷയങ്ങളാകുന്നു. In the book of Ephesians chapter 1 and verse 3, it says he hath, past tense, blessed us with all spiritual blessings. എഫെസ്യർ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ കാലത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം അത്രേ എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In the mind of God, it is already yours. He's just waiting for you to receive it. ദൈവത്തിൻ്റെതായിരിക്കുന്ന മനസ്സിൽ ഇത് മുന്നമേ തന്നെ നിയോഗിച്ചിരിക്കുന്നു പറഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആകുന്നുണ്ട്. നിങ്ങളത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He is not going to die on the cross again or even defeat the devil again. He has already defeated the devil. ക്രിസ്തു മുന്നമേ തന്നെ പിശാചിനെ തന്റെ കാൽക്കീഴിൽ ആക്കിയിരിക്കുകയുണ്ട്. വീണ്ടും താൻ ക്രൂശിൽ മരിക്കുകയോ നിങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിയുവാൻ തക്കോണം ഇടയാകുന്നില്ല. In the book of Galatians, chapter 3, in verse 13. ഗലാത്യർ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുമ്പോൾ the Bible says he hath, in the past tense, redeemed us from the curse of the law.
അവിടെ ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ്. If someone puts some money in the bank for you and tells you it is yours, if you don't go and receive it, you will never enjoy the blessings of it. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കടന്നു ചെന്ന് ആ പണം നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ തക്കൊന്നും സാധിക്കുകയില്ല. God has already in the past tense redeemed us from the curse of the law, that the blessings of Abraham can come upon us now. ദൈവം മുന്നമേ തന്നെ നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ശാപത്തിൽ നമ്മളെ വിടുവിക്കുകയും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടി നമുക്ക് നൽകുവാൻ തക്കോണം ഇടയായി. Begin to take God at his promise, what he's already done, and receive by faith the blessings that already belong to you. നിങ്ങൾക്ക് വേണ്ടി ദൈവം മുന്നമേ കൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസത്തോടെ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വാക്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് പ്രാപിച്ചെടുക്കുവാൻ തക്കണം ഒരുങ്ങണം. In the book of Mark, chapter 11 and verse 24, മർക്കോസ് 11-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ he says, if you believe that you have received it, it shall be yours. അവിടെ പ്രകാരം വായിക്കുന്നു, നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. First, you must take the promise and by faith believe you receive it, and then God will see to it in the future that you have it. ആദ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം അത് വിശ്വാസത്തിൽ നിങ്ങൾ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ തക്കോണം ഇടയാകും. In the book of 2 Peter, chapter 1 and verse 3, 2 പത്രോസ് 1-3 അധ്യായം വായിക്കുമ്പോൾ it says, he hath, past tense, given us all things that pertain to godliness and spiritual things. അവിടെ ഇപ്രകാരം വായിക്കുന്നു, തന്റെ മഹത്വത്തിനും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന്. He is not going to do it in the future, but he already has given us all things that pertain to life and godliness. അത് ഭാവിയിൽ നമുക്ക് നൽകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് മുന്നമേ തന്നെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു. When it comes to the promises of God, it is very important to notice the words in the Bible that put it in the past tense. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തക്കോണം എപ്രകാരം അത് സാധിച്ചു എന്നുള്ളത്. Many Christians are praying that God will heal them in the future, that he will help them in the future, and he wants you to receive it by faith now. എന്നാൽ പല വിശ്വാസികളും ഇപ്രകാരം ചിന്തിക്കുന്നു, ദൈവം അവർക്ക് സൗഖ്യം ഭാവിയിൽ ദൈവം നൽകുമെന്ന്, അല്ലെങ്കിൽ ദൈവം ഒരു വിടുതൽ അവർക്ക് ഭാവിയിൽ ദൈവം നൽകുമെന്നുള്ളത് അവർ ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ദൈവം അവർക്ക് മുന്നമേ തന്നെ അവർക്ക് ആ വിടുതൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നമേ തന്നെ അവർക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. Abraham did not receive the promise of God for 24 years. അബ്രഹാം 24 വർഷക്കാലത്തോളം ദൈവത്തിന്റെ വാഗ്ദത്തം തനിക്ക് ലഭിക്കുവാൻ തക്കൊന്നും ഇടയായില്ല. It was only in Genesis 17 and verse 5 that Abraham got in agreement with God. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5 വായിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ സമയത്തിൽ മാത്രമാണ് ദൈവം തനിക്ക് ആ വാക്ക് നിവർത്തീകരിക്കപ്പെടാനായത്. God said before Sarah was pregnant, I have, in the past tense, made you the father of many nations.
സാറ ഇസ്ഹാക്കിനെ അല്ലെങ്കിൽ പുത്രനെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്നുള്ളത്. When Abraham began to believe the promise and changed his name to mean I am the father of a multitude, then in time things started working. എന്നാൽ അബ്രഹാം തന്റെ വിശ്വാസത്തിൽ തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തെ താൻ വിശ്വസിക്കുകയും തന്റെ പേരിനൊപ്പം തന്നെ താൻ ബഹുജാതികൾക്ക് പിതാവെന്ന് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ തനിക്കുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കാൻ തക്കൊണ്ടുമിടയായി. In the book of Joshua, chapter 6 and verse 2, God told Joshua, "See, I have given you Jericho and the king and the mighty men." ഇവിടെ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ വായിക്കുന്നു, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനും അതിന്റെ രാജാവിനും യുദ്ധവീരന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. God did not say, I am going to give you Jericho, but God put it in the past tense. See, by faith, I have already given it to you. അവിടെ വായിക്കുമ്പോൾ ദൈവം നിനക്ക് ഞാൻ യെരിഹോവിനും അതിൽ യുദ്ധവീരന്മാരെ നിനക്ക് നൽകാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നത്രേ ദൈവം അവൻ വിശ്വാസത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. Joshua and the children of Israel had to march around the walls for 7 days and then shout praise for victory, and then the walls fell down. യോശുവയും ഇസ്രായേൽ ജനങ്ങളും ആ മതിലിന് ചുറ്റും 7 പ്രാവശ്യം ചുറ്റി വളഞ്ഞതിനു ശേഷം അവർ ആർപ്പിട്ടപ്പോൾ ആ മതിൽ താഴെ വീഴുവാൻ തക്കവണ്ണമിടയായി. You must learn to take the promises of God by faith now and begin to praise Him before you ever see anything in manifestation. നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, നിങ്ങൾ വിശ്വാസത്തോട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളത് വിശ്വാസം നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായിരിക്കുന്ന വിടുതലുകൾ നിങ്ങൾക്ക് കാണുവാനും പ്രാപിച്ചെടുക്കുവാനും തക്കോണം സാധിക്കും. The way God works is by faith. Everything we get from God, salvation, blessings, healing, all must be by faith. ദൈവം വിശ്വാസത്തിൽ കൂടെ അത്രയും നമ്മൾ ബലപ്പെടുത്തുന്നത്, അത് അനുഗ്രഹമാകട്ടെ അല്ലെങ്കിൽ സൗഖ്യമാകട്ടെ വിടുതലാകട്ടെ സകലതും അത് വിശ്വാസത്തിൽ കൂടെ അത്ര ദൈവം പ്രവർത്തിക്കുന്നത്. Hebrews 11 verse 6 says, without faith it is impossible to please God. എബ്രായർ 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. The Bible tells us that faith is the victory that overcomes the world. വേദോക്തപ്രകാരം വായിക്കുന്നു, വിശ്വാസം എന്നത് ഈ ലോകത്തെ ജയിക്കുവാൻ തക്കോണം ശക്തിയുള്ളതാകുന്നു. Begging and crying and complaining and murmuring is absolutely not the way to victory for the things of God. ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നതിന് കരയുകയോ അല്ലെങ്കിൽ യാചിക്കുകയോ നിങ്ങൾ പിറുപിറുക്കുകയോ ഒന്നും അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നു. In the book of Colossians chapter 2 and verse 15, കൊലോസ്യർ 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ the Bible tells us that God hath, past tense, spoiled principalities and powers. He's already defeated the devil. അവിടെ വായിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ചിട്ട് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി എന്ന് വായിക്കുവാൻ തക്കണം സാധിക്കുന്നു. But you and I must appropriate the promises by faith, and then it becomes a reality in our lives. നമ്മൾ എപ്രകാരം വിശ്വാസം നമ്മൾ പ്രാപിക്കുകയും നമ്മളെ ജീവിതത്തിലേക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടും അത് വാക്തത്വ നിവർത്തീകരണത്തിനും കാരണമായി തീരുവാനിടയാകും. In Ephesians chapter 1 and verse 7, എഫെസ്യർ 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, in whom we have redemption through his blood. അവിടെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന്.
We are not going to have redemption in the future, but we already have redemption through his blood. Just believe it and receive it now. ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുമെന്നല്ല ഇവിടെ കാണുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമം മോചനം വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത്രേ അവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്ന വിശ്വാസം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതുമാകുന്നു. In 1 Peter chapter 2 and verse 24. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ the latter part of the verse says, by his stripes you were healed. That means in the past tense. അവിടെ വായിക്കുന്നു 1 പത്രോസ് 2:24 അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. അത് മുന്നമേ നിങ്ങൾക്ക് സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നു കാണുവാൻ സാധിക്കും. Jesus is not going to be striped again or go to the cross again. He has already paid the price, and you and I must receive it by faith now. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വീണ്ടും ക്രൂശിൽ മരിക്കുകയോ അല്ലെങ്കിൽ അടിപ്പിണരുകളാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ തന്നെ ഒരു പീഡനം അനുഭവിക്കുകയോ ചെയ്യാൻ പോകുന്നതില്ല. നമ്മൾ വിശ്വാസത്തിൽ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന യാഗത്തെ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ തക്കോണം നമ്മൾ തയ്യാറാകുകയാണ്. In the book of Matthew, chapter 9 and verse 29, മത്തായി 9-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ there were two blind men that came to Jesus wanting him to heal them. അവിടെ രണ്ട് കുരുടർ യേശുവിന്റെ അടുക്കിലേക്ക് സൗഖ്യത്തിന് വേണ്ടി കടന്നു വരുന്നത് കാണുവാൻ തക്കോണം സാധിക്കുന്നു. Jesus said to the two blind men, do you believe that I am able to do this thing for you? ആ അന്ധരായിരിക്കുന്ന വ്യക്തികളോ കുരുടരോട് യേശു ഇപ്രകാരം ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. Then Jesus touched them and said, according to your faith, so be it unto you. യേശു ആ കുരുടന്മാരെ തൊട്ടതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്താൽ അത് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിത്തീരട്ടെ, നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് പറയുന്നിടയാണ്. There are many times in the New Testament that Jesus told people, according to your faith, so be it unto you. It is your faith that receives it. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ പ്രകാരം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്താൽ അത് സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അതിന് കാരണമായി തീരുന്നു എന്ന് യേശുക്രിസ്തു പല ആവർത്തി പറയുവാനിടയായി. In the book of Mark chapter 5, the woman with the issue of blood was healed by her faith. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, രക്തസ്രാവക്കാരിയായ സ്ത്രീ അവരുടെ വിശ്വാസത്താൽ അത്രേ അവർക്ക് സൗഖ്യം ലഭിക്കുവാനിടയായി. Jesus did not even know she was in the crowd. She came from behind and touched his garment. യേശുക്രിസ്തുവിന് ആ സ്ത്രീ ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ആ ജനക്കൂട്ട സമുദ്രത്തിലും അവൾ കടന്നു വന്ന് യേശുവിനെ തൊട്ട് അവളുടെ സൗഖ്യം അവൾ പ്രാപിക്കുവാൻ. Many people were pressing and touching Jesus, but they were not being healed. ഒരുപാട് ജനം യേശുക്രിസ്തുവിനെ തൊടുകയും യേശുക്രിസ്തുവിനെ തിക്കി നിരക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നു. But when the woman with the issue of blood touched his garment, she released her faith and received healing. എന്നാൽ ഈ രക്തസ്രാവക്കാരിയായിരിക്കുന്ന സ്ത്രീ യേശുവിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെടുകയും അവളുടെ വിശ്വാസത്താൽ അവൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി. Jesus turned and said, who touched me? And the disciples said, many people are touching you. യേശുക്രിസ്തു തിരിഞ്ഞു ഇപ്രകാരം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആർ? പക്ഷെ അതിന് ശിഷ്യന്മാർ മറുപടി പറഞ്ഞത്, അനേകർ നിന്നെ തെറ്റിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ ആര് നിന്നെ തൊട്ടെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? But Jesus knew that someone had touched him with their faith. എന്നാൽ യേശുക്രിസ്തുവിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കൊണ്ട് സാധിച്ചു, ഏതോ ഒരു വ്യക്തിയെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ തൊടുവാൻ തക്കോണം ഇടയായി. Jesus did not even know the woman was there. She was behind Jesus. യേശുക്രിസ്തുവിന് ആ സ്ത്രീ അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ആ സ്ത്രീ യേശുക്രിസ്തുവിന് ഒരുപാട് പിറകിലായിരുന്നു കാണപ്പെടുവാനിടയാകുന്നത്. Jesus did not lay hands on her or speak to her or pray for her
it was her faith that received healing from Jesus. യേശു ക്രിസ്തു അവളുടെ മേൽ കൈവയ്ക്കുകയോ അവളുടെ കയ്യിൽ തൊട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മറ്റു യാതൊരു കാര്യങ്ങളും ചെയ്യുവാൻ തക്കോണം ഇടയായില്ല. അവളുടെ വിശ്വാസം അത്രേ അവളുടെ സൗഖ്യത്തിന് അത് കാരണമായി തീരുവാൻ തക്കോണം ഇടയായത്. അവളുടെ വിശ്വാസം അവളെ സൗഖ്യമാക്കുവാൻ തക്കോണം ഇടയായി. Jesus turned to the woman and said, "Woman, thy faith hath made thee whole." യേശു ക്രിസ്തു ആ സ്ത്രീയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, നിന്റെ വിശ്വാസം അത്രേ നിന്നെ പൂർണ്ണമായിരിക്കുന്ന ഒരു സൗഖ്യം നൽകുവാൻ ഇടയാക്കിയത് എന്ന്. I encourage you today to take your faith and initiate and appropriate the promises that God has already put in the past tense. ഇന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ വിശ്വാസത്തെ അത് പ്രായോഗികമായ രീതിയിലേക്ക് പ്രയോജനപ്പെടുത്തുവാൻ കൂടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ അപ്രകാരം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ വിടുതലിൽ നിങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ തൊക്കെ നമ്മുടെ ആകട്ടെ. In the book of Matthew chapter 17 and verse 20, മത്തായി 17-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Jesus said, "If you have faith as a mustard seed, you can say to the mountain, be removed, and it will remove." അവിടെ യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, കടുകുമണിയോളം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഈ മലയോട് നീങ്ങി പോകുവാൻ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും എന്ന് പറയുവാനിടയായി. And then Jesus said, "And nothing shall be impossible unto you." ഒന്നും നിങ്ങൾക്ക് അസാധ്യമല്ല എന്ന് യേശുവിടെ പറയുവാൻ തക്കോണമിടയായി. The question is not, can Jesus do what you need? The question is, will you believe you receive with your faith? യേശു ക്രിസ്തുവിന് സാധ്യമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം എപ്രകാരമാണ് ആ വിടുതൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്കോണമിടയാകുന്നത്. In the book of Romans chapter 4 and verse 17, റോമർ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says, "Call those things that be not as though they were." അവിടെ ഇപ്രകാരം വായിക്കുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുക എന്ന് വിളിച്ചു ചെയ്യുന്നവനെന്ന് പറയപ്പെടുന്നു. The Amplified translation says, "Speak of things that do not exist as if they already exist." ആംപ്ലിഫൈഡ് ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവിടെ ഇല്ലാത്തതിനെ ഉള്ളത് എന്നപ്പോൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അത് പറയുക എന്നത്ര ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നത്. When God has already promised you something in the Bible and put it in the past tense, you can receive it with your own faith. എന്നാൽ ദൈവം എപ്രകാരം ആ വാക്തത്വം നിങ്ങൾക്ക് വേണ്ടി പറയുകയും അത് വചനത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസം മാത്രമേ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കോണം കാരണമായി തീരുന്നത്. In the book of Romans chapter 4 and verse 20, റോമർ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Abraham staggered not at the promise through unbelief, but he believed the promise of God. അവിടെ ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ വാക്തത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് വായിക്കുന്നിടയാകുന്നു. You can take the promises of God that God has already done and receive them by faith before you ever see them with your physical eyes. ദൈവം മുന്നമേ നിവർത്തീകരിച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങൾക്ക് സ്വീകരിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അത് വലിയ വിടുതലുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ When you were born again, you received the measure of the God kind of faith. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആയിരിക്കുന്ന ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തക്കോണം ഇടയാകും. ക്രിസ്തു നിങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഇടയാകും. When you were born again, you believed for the greatest miracle in the world to be born again. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം അത്രേ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ തക്കോണം ഇടയാകുന്നത്. I want you to pray this prayer after me.
എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I believe Jesus Christ is the Son of God and that he died on the cross for me. ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും താൻ ക്രൂശിൽ എനിക്ക് വേണ്ടി മരണപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe he rose from the dead and is alive in heaven today. ഞാൻ വിശ്വസിക്കുന്നു താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I receive him right now as my Lord and Savior. I believe I'm born again. ഞാൻ ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ എന്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഇന്ന് വീണ്ടും ജനനം Get into a good church and learn the Word of God and grow in the things of God. In Jesus' name, amen. ഒരു നല്ലൊരു സഭയിലേക്ക് കടന്നു പോവുകയും വചനത്തിൽ നിങ്ങൾ ഉറപ്പ് പ്രാപിക്കുകയും നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ നയിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.